ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഫിനാലെ വീക്കിലേക്ക് അനുമോളും അങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ്. വളരെയധികം തന്നെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന അനുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയെങ്കിലും ബിഗ് ബോസിനെ കുറ്റം പറയാതിരിക്കുക അനുമോളോടാണ് പറയാനുള്ളത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇവിടെ നിർത്തില്ല, അക്ബറിനെ തന്നെ വിജയിപ്പിക്കും എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് അനുമോൾ ഇപ്പോഴും പറയുള്ളത്. ഈ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, എന്നെ ഇവർ നേരത്തെ പുറത്താക്കും, ഇവരുടെ പ്ലാൻ അതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. എന്നാൽ അനുമോളുടെ ഗെയിമിൽ അനുമോൾക്ക് നല്ല വിശ്വാസമുണ്ട്, നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്ന വ്യക്തിയാണെന്ന് അനുമോൾക്ക് തന്നെ അറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് ഡെയിലി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളും അറിയാം. പിന്നീട് പല സമയങ്ങളിലും പറയുന്ന കാര്യം ഇതാണ്, എന്നെ എപ്പോഴും ബിഗ് ബോസ് പുറത്താക്കും, എന്നെ ഇവിടെ നിർത്തില്ല, അക്ബറിനെയാണ് വിജയിപ്പിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് എപ്പോഴും അനുമോൾ പറയാറുള്ളത്. എന്തായാലും അനുമോൾക്ക് അതൊരു സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും അങ്ങനെ പറയാതിരിക്കുക. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അക്ബർ ഒരുപാട് അധികം തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ ആയിരിക്കുമെന്നുള്ളത്. പക്ഷേങ്കിൽ അക്ബർ അല്ലാതായിപ്പോയി. എന്തായാലും അനുമോളോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും അനുമോൾക്ക് അങ്ങ് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. ഊഞ്ഞാലി ഞാൻ എല്ലായിടത്തും ഉണ്ട് ലാലേട്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അനീഷ് ഏട്ടനാണോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അനീഷ് അല്ല, അനുമോൾ തന്നെയാണ്. അനുമോൾ ആ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളും കൂടെ അനുമോൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവാം. നമുക്ക് നോക്കാം ഇനിയുള്ള ആരൊക്കെയാവാം ഇനി ഫിനാലെ വീക്കിലേക്ക് കടക്കാൻ പോകുന്നത് എന്നുള്ളത്. റിമൈനിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് നിങ്ങൾ ആരൊക്കെയാണ് ഏറ്റവും അധികം തന്നെ കയറി വരാനായിട്ട് ആഗ്രഹിക്കുന്നത്? കമൻറ്റിലൂടെ രേഖപ്പെടുത്തുമല്ലോ.